ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് പറഞ്ഞ പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചോ? പഠിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോ അല്ലേ? മാഷ് ചോദിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ പഠിച്ച പാഠഭാഗങ്ങൾ ഞങ്ങളിപ്പോൾ ഓർക്കുകയാണ്. പാപികളോട് അങ്ങ് കാണിച്ച കാരുണ്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പല മേഖലകളിൽ കണ്ടിട്ടുണ്ട്. അവയെല്ലാം ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 6-ാം ക്ലാസ്സിലെ 6-ാം പാഠമായ പാപികളെ തേടി വന്ന ഈശോ എന്ന പാഠത്തിലെ 2-ാം ഭാഗത്തിലോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ഉപമകളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. ഉപമകളിലൂടെ ഈശോ നമ്മൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു, നമ്മൾ അനുഭവിച്ചു. ഒന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ കുഞ്ഞുങ്ങൾക്ക്? ഏതൊക്കെ ഉപമകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഡേവിഡ് ഒന്ന് പറഞ്ഞേ. ഡേവിഡ് പറയുന്നുണ്ട്. ധൂർത്തപുത്രൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമ. വെരി ഗുഡ്. അതിൻ്റെ എല്ലാം തുടർച്ചയായ 2 സംഭവങ്ങളാണ് നമ്മളിന്ന് കാണുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉപമകളാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന കാര്യങ്ങൾ ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളായ നിങ്ങളുടെ വീടുകളിൽ ഓരോ ഫംഗ്ഷനുകളൊക്കെ വരുമ്പോൾ വിരുന്നുകാരെ ക്ഷണിക്കാറുണ്ട് അല്ലേ? ക്ഷണിക്കാറുണ്ട്. അതുപോലെ ഫരിസേയനായ ശിമയോൻ ഈശോയെ തൻ്റെ വീട്ടിലോട്ട് ഭക്ഷണത്തിനായിട്ട് ക്ഷണിച്ചു. ഈശോ ശിമയോൻ്റെ വീട്ടിലോട്ട് പോയി. ഈശോ ശിമയോൻ്റെ വീട്ടിലുണ്ട് എന്നറിഞ്ഞപ്പോൾ പാപിനിയായ ഒരു സ്ത്രീ ഈശോയുടെ അടുക്കലോട്ട് ഈശോയെ കാണുവാനായിട്ട് അവിടേക്ക് ഓടി വരികയാണ്. എന്താണ് ആ സ്ത്രീ ചെയ്തത് എന്ന് മക്കൾക്ക് പറയാമോ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ആൻ്റണി, എന്താണ് ആൻ്റണി പറയുന്നത്? ആൻ്റണി പറയുന്നുണ്ട്. ആ സ്ത്രീ ഓടി വന്ന് ഈശോയുടെ പാദങ്ങളിൽ വീഴുകയാണ്. പാദങ്ങളിൽ വീണ് തൻ്റെ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ പാദങ്ങൾ കഴുകി, തലമുടി കൊണ്ട് തുടച്ച്, അവിടെ ചുംബിച്ച് സുഗന്ധ തൈലം അവിടെ പൂശുകയാണ്. ഇത് കണ്ട ശിമയോൻ പറയുകയാണ്, ഇവൻ പ്രവാചകനാണെങ്കിൽ ഈ സ്ത്രീ ഏത് തരക്കാരിയാണെന്ന് അറിയാമായിരുന്നുവെന്ന്. ഇത് കേട്ട ഈശോ ശിമയോനോട് പറയുകയാണ്, ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എനിക്ക് കാല് കഴുകാനായിട്ട് വെള്ളം തന്നില്ല, എൻ്റെ കാലുകൾ തുടച്ചില്ല, എൻ്റെ കാലുമേൽ പൂശുവാനായി സുഗന്ധതൈലം തന്നില്ല. ഇവളാകട്ടെ അതെല്ലാം ചെയ്തു. ഈശോ ശിമയോനോട് ഈ സ്ത്രീയുടെ സ്നേഹത്തെക്കുറിച്ച് പിന്നീട് പറയുന്നു, ഇവൾ എന്നെ കൂടുതൽ സ്നേഹിച്ചു. മക്കളെ, നിങ്ങൾ ഈ കഥയിലോട്ട് നോക്കുകയാണെങ്കിൽ കാണുവാൻ സാധിക്കും, ഈ പാപിനിയായ സ്ത്രീ ഈശോയുടെ പാദങ്ങൾ കഴുകിയതിലൂടെ തൻ്റെ ഹൃദയത്തിലെ തൻ്റെ പാപങ്ങളാണ് ഈ സ്ത്രീ അവിടെ കഴുകിയത്. തൻ്റെ തെറ്റിനെക്കുറിച്ചുള്ള ഒരു ബോധം ആ സ്ത്രീക്ക് അവിടെ ഉണ്ടാവുകയും അവൾ ഈശോയോട് മാപ്പ് ചോദിക്കുകയും ഈശോയുടെ കാരുണ്യം അവിടെ അനുഭവിക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളായ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം, കുറ്റങ്ങൾ സംഭവിക്കാം. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ പശ്ചാത്തപിക്കാറുണ്ടോ? നമ്മൾ മനസ്താപം പെടാറുണ്ടോ? നമ്മൾ ചിന്തിക്കണം.
തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാപിനിയായ സ്ത്രീ ചെയ്തതുപോലെ നമ്മളും ചെയ്യണം. പശ്ചാത്തപിക്കണം. ഈശോയോട് ക്ഷമ ചോദിക്കണം. കുമ്പസാരത്തിലൂടെ ഏറ്റു പറയണം നമ്മുടെ പാപങ്ങളൊക്കെ. പിന്നീട് ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ച മറ്റൊരു സംഭവം ഈ പാഠഭാഗത്തിൽ നമ്മൾ കാണുകയാണ്. ഈശോ ദേവാലയത്തിൽ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ ഫരിസയരും നിയമജ്ഞരും കൂടി ഈശോയുടെ അടുക്കലോട്ട് കൊണ്ടുവരികയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അത്. തെറ്റായ മാർഗത്തിലൂടെ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ആ വ്യക്തി. ഇവളെ എന്ത് ചെയ്യണമെന്നാണ് ഫരിസയരും നിയമജ്ഞരും ഈശോയോട് ചോദിച്ചത്. അവർക്കറിയാം, മോശയുടെ നിയമത്തിൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നായിരുന്നു നിയമം. അവർ വീണ്ടും വീണ്ടും ഈശോയോട് ചോദിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? ഈശോ ആ സമയം നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ ആവർത്തിച്ചുള്ള ചോദ്യം കേട്ടപ്പോൾ ഈശോ പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഈശോ എന്താ പറഞ്ഞേ? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ജിയ പറയുന്നുണ്ട്. എന്താണ് ഈശോ പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എന്നാണ് ഈശോ പറഞ്ഞത്. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഈശോ ചോദിക്കുകയാണ്, ആരും നിന്നെ വിധിച്ചില്ലേ? ഈശോ പറയുന്നു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ഈശോയുടെ അനന്തമായ കാരുണ്യത്തിൻ്റെ ഒരു പ്രകടനമാണ് നമ്മൾ അവിടെ കണ്ടത്. പാപിനിയായ സ്ത്രീക്ക് പാപമോചനം കൊടുത്തപ്പോഴും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ വിധിക്കാതെ ഈശോ മാപ്പ് കൊടുത്തപ്പോഴും ഈശോയുടെ അനന്തമായ കാരുണ്യമാണ് അവിടെ പ്രകടമായത്. ഈശോ അങ്ങനെയാണ്. നമ്മുടെ അവസ്ഥ എന്താണെന്നോ നമ്മൾ ഏത് അവസ്ഥയിൽ നിന്ന് വരുമെന്നോ ഈശോ നോക്കുന്നില്ല. ഒരു തിരിച്ചു വരാനുള്ള മനസ്സ് കുഞ്ഞുങ്ങളായ നിങ്ങൾക്കുണ്ടോ എന്നാണ് ഈശോ നോക്കുന്നത്. നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. ഒരു തിരിച്ചു വരുവാനുള്ള മനസ്സ് കുഞ്ഞുങ്ങളായ നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്മുടെ വീടുകളിൽ നമ്മൾ അങ്ങനെ ശീലിക്കണം. പ്രധാനമായും 5 കാര്യങ്ങളാണ്. 3 ഉപമകളും 2 സംഭവങ്ങളുമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചത്. മാഷ് ഒന്നും കൂടി പറയാം, അല്ലെങ്കിൽ മാഷ് ചോദിക്കാം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞേ. ഉത്തരം പറയുന്നുണ്ട്. അവിടെ സാജു ഉത്തരം പറയുന്നുണ്ട്. ധൂർത്തപുത്രൻ്റെ ഉപമ, കാണാതായ നാണയത്തിൻ്റെ ഉപമ, നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമ, പിന്നെ പാപിനിയായ സ്ത്രീക്ക് മാപ്പ് കൊടുത്ത സംഭവം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീക്ക് മാപ്പ് കൊടുത്ത സംഭവം. അങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈ പാഠഭാഗത്തിലൂടെ ഈശോയുടെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ അനുഭവിച്ച് അറിയണം. എന്നാലേ നമ്മൾ ഈ പാഠഭാഗം പഠിച്ചതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ 5 കാര്യങ്ങളോടുകൂടി ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. നമ്മൾ ഈ പാഠം പഠിച്ചു. നമുക്ക് എന്ത് ബോധ്യമാണ് നമ്മൾക്കുണ്ടാകേണ്ടത്? നമ്മൾ ഈ പാഠത്തിലൂടെ നമ്മൾ എന്ത് മനോഭാവമാണ് വളർത്തേണ്ടത്? നമ്മൾ എന്ത് ശീലമാണ് നമ്മുടെ ജീവിതത്തിൽ തുടരേണ്ടത്? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഒന്ന് പറഞ്ഞേ. അലീന അലീന എന്തോ പറയുന്നുണ്ട്. നമുക്ക് എന്ത് ബോധ്യമാണ് ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്? പാപികളോട് കാരുണ്യം കാണിക്കുന്നവനാണ് ഈശോ എന്ന ബോധ്യം നമ്മൾക്കുണ്ടാകണം. നമ്മുടെ കൂട്ടുകാരോട് പറയണം നമ്മുടെ ബോധ്യങ്ങൾ. പാപികളോട് കാരുണ്യം കാണിക്കുന്നവനാണ് ഈശോ. ഇനി നമ്മൾ എന്ത് മനോഭാവമാണ് നമ്മൾക്കുണ്ടാകേണ്ടത്? നമ്മൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഇനി അഥവാ നമ്മൾ പാപത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരത്തിലൂടെ തിരിച്ചു വരണം നമ്മൾ എന്ന ഒരു മനോഭാവം നമ്മൾക്കുണ്ടാകണം. നമ്മൾ എന്ത് ശീലമാണ് ഈ പാഠത്തിൽ നിന്ന് പഠിക്കേണ്ടത്?
നമ്മൾക്ക് തെറ്റുകൾ സംഭവിച്ചാൽ ഞങ്ങൾ എന്തായാലും കുമ്പസാരിക്കും. ഞങ്ങൾ ആരുടെയും കുറ്റങ്ങളും തെറ്റുകളൊന്നും പറഞ്ഞു നടക്കില്ല. ഈ ഒരു ശീലങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. അപ്പം അതിന് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലൂടെ സാധിക്കട്ടെ എന്ന് മാഷ് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യ ഉത്തരങ്ങളിലൂടെ കടന്ന് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അനുതാപ ചിത്തനായി തീർന്ന ധൂർത്തപുത്രൻ തീരുമാനിച്ചത് എന്ത്? പേജ് നമ്പർ 40 അവൻ തീരുമാനിച്ചു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും എന്ന് മുതൽ നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവിടം വരെയാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം: ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ഈശോ വെളിവാക്കി തരുന്നത് എന്ത്? പേജ് നമ്പർ 41 രണ്ടാമത്തെ പാരഗ്രാഫിൽ അനുതപിക്കുന്ന പാപികളോട് ദൈവം കാണിക്കുന്ന എന്ന് മുതൽ അവസാനം വരെ അനുതപിക്കുന്നവരുടെ മേൽ കരുണ കാണിക്കുകയും ചെയ്യുന്ന ദൈവപിതാവിൻ്റെ വലിയ സ്നേഹമാണ്. അത്രയും വരെയാണ് രണ്ടാമത്തെ ഉത്തരം. മൂന്നാമത്തെ: നഷ്ടപ്പെട്ടു പോയ ആടിൻ്റെ ഉപമയിലെ സന്ദേശം എന്ത്? പേജ് നമ്പർ 41 മൂന്നാമത്തെ പാരഗ്രാഫിൽ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. നാലാമത്തെ: പാപിനിയായ സ്ത്രീയുടെ നിരവധിയായ പാപങ്ങൾ ഈശോ ക്ഷമിച്ചത് എന്തുകൊണ്ട്? പേജ് നമ്പർ 42 ഏറ്റവും അവസാനത്തെ വരി: ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്തെന്നാൽ അവൾ അധികം സ്നേഹിച്ചു. അതാണ് അതിൻ്റെ ഉത്തരം. അഞ്ചാമത്തെ: പാപങ്ങൾ മോചിക്കപ്പെട്ടവരോട് ഈശോ ആവശ്യപ്പെടുന്നത് എന്ത്? പേജ് നമ്പർ 43 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മേലിൽ പാപം ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടർന്നു കൊണ്ടുപോകേണ്ട ഒരു ചോദ്യവും ഉത്തരവുമാണത്. മേലിൽ പാപം ചെയ്യരുത്. കുഞ്ഞുങ്ങളായ നിങ്ങൾ ഈ പാഠഭാഗം നല്ല മനസ്സിരുത്തി വായിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ മാഷ് ഒരു ഹോംവർക്ക് തന്നിരുന്നു. ഈ ക്ലാസ്സിലും ഒരു ഹോംവർക്ക് തരികയാണ്. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ പാപിനിയായ സ്ത്രീയുടെയും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെയും ഭാഗങ്ങൾ പറയുന്ന ബൈബിൾ ഭാഗം നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ ടീച്ചർക്ക് അത് അയച്ചു കൊടുക്കുക. അയച്ചു കൊടുത്താൽ മാത്രം പോരാ, നിങ്ങൾ ആ ഭാഗങ്ങൾ ബൈബിളിൽ അത് വായിക്കുകയും വേണം. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. കാരുണ്യവാനായ ഈശോയെ, ഈ 6ാം പാഠഭാഗത്തിലൂടെ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് നേരിട്ട് അറിയുവാനായിട്ട് സാധിച്ചു. ഉപമകളിലൂടെയും അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളിലൂടെയും ഞങ്ങളത് മനസ്സിലാക്കി. ഞങ്ങൾ മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ തുടർന്നു കൊണ്ട് പോകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുമ്പസാരിക്കാമെന്ന് അങ്ങയോട് ഞങ്ങൾ വാക്ക് പറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിക്കും മനസ്സിനും അങ്ങ് പ്രകാശവും ശക്തിയും പ്രദാനം ചെയ്യണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അപ്പോൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.